വീരമൃത്യു വരിച്ച ധീരജവാൻ നിരഞ്ജന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് വീട്ടുവളപ്പിൽ. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇന്നലെയാണ് ബംഗളൂരു ആയിരക്കണക്കിനായ ആളുകളാണ് AUP സ്കൂളിൽ എത്തിച്ചേർന്നത്. ഇപ്പോഴും വലിയ തിരക്കാണ്. അവസാനമായി നിരഞ്ജനെ ഒരു നോക്ക് കാണാനായി AUP സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. വീട്ടുവളപ്പിലാണ് നിരഞ്ജന്റെ മൃതദേഹം സംസ്കരിക്കുക. നിരവധി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാനായി നേരത്തെ എത്തിച്ചേർന്നിരുന്നു എളമ്പുളശ്ശേരി AUP സ്കൂളിൽ. വിവിധ സൈനിക വിഭാഗങ്ങളുടെ അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങ് അല്പസമയം മുൻപ് നടന്നു. സംസ്കാരത്തിന് മുൻപായി വീട്ടുവളപ്പിൽ കേരള പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങ് കൂടി നടക്കാനുണ്ട്. പൊതുദർശനം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിരക്കണക്കിനായ നാട്ടുകാരും ബന്ധുക്കളും പൗരപ്രമുഖരും നിരഞ്ജനെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിച്ചേർന്നിരുന്നു. ആളുകളുടെ ബാഹുല്യം കൊണ്ട് AUP സ്കൂളിൽ നിന്നും, എളമ്പുളശ്ശേരി AUP സ്കൂളിൽ നിന്നും വീട്ടുവളപ്പിലേക്ക് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ വിലാപയാത്ര അവിടെ എത്തിച്ചേർന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് സംസ്കാര ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായി എളമ്പുളശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ സൈനിക വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. നേരത്തെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം രാവിലെ മുതൽ വൻ ജനാവലിയാണ് പൊതുദർശനത്തിനായി അവസാനമായി ഒരു നോക്കു കാണാൻ എളമ്പുളശ്ശേരിയിൽ എത്തിയിരുന്നത്. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ധീരജവാന് അന്തിമോപചാരം അർപ്പിക്കാൻ എളമ്പുളശ്ശേരിയിൽ എത്തിച്ചേർന്നിരുന്നു. വിവിധ സൈനിക വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ അല്പസമയം മുൻപ് അവസാനിച്ചു. ഇനി കേരള പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ കൂടി അവസാനവട്ടം സംസ്കാരത്തിന് തൊട്ടുമുൻപായി നടക്കാൻ ബാക്കിയുണ്ട്. രാവിലെ മതപരമായ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് വീട്ടിൽ നിന്നും മൃതദേഹം എളമ്പുളശ്ശേരി AUP സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. 7 മണി മുതൽ ആരംഭിച്ച പൊതുദർശനം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. സ്കൂൾ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിനായ നാട്ടുകാരും ബന്ധുക്കളുമാണ് അവസാനമായി ധീരജവാന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും സംസ്കാര ചടങ്ങുകളുടെ മേൽനോട്ടം വഹിക്കാനും എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിലും ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. അതിനുശേഷം പാലക്കാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ധീരജവാന്റെ മൃതദേഹം ഇന്ന് രാവിലെ മുതൽ എളമ്പുളശ്ശേരി AUP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. സൈനിക
പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് ധീരജവാന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും മറ്റും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്.